നിറവിലേക്ക് സ്വാഗതം. പുണ്യപൂർണ്ണത എന്നാൽ ദൈവഹിതം നിറവേറ്റലാണ്. പ്രാർത്ഥനയുടെ മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ദൈവഹിതം നിറവേറ്റുന്നതിലായിരിക്കണം. ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകളാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുള്ളത്. ലൂസിയ ലിംന ആലപിക്കുന്ന മനോഹരമായ ഗാനമാണ് ആദ്യം. ആരാധനയിൽ ത്യാഗവും സഹനവും ഉണ്ടാകുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നതെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് ബ്രദർ ബോണി ചെല്ലാനമാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്.
ശ്രീബുദ്ധൻ്റെ ബൗദ്ധിക അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ബിംബിസാര രാജാവ് വെളുത്ത മാർബിൾ കൊണ്ട് ഒരു ആരാധനാ മണ്ഡപം പണിയിച്ചു. കൊട്ടാരത്തിലെ വാസികളെല്ലാം എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് ആ മണ്ഡപത്തിൽ പോയി ദീപങ്ങൾ കത്തിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും നിരന്തരമായി ദൈവാരാധനയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന കാലം. രാജാവിൻ്റെ പിൻഗാമിയായി വന്ന അദ്ദേഹത്തിൻ്റെ മകൻ ആ ആരാധനകളെല്ലാം നിർത്തിക്കളഞ്ഞു. രാജകൽപ്പന പുറപ്പെടുവിച്ചു, ഇനി മുതൽ ആരാധനയില്ല. ബുദ്ധൻ്റെ ആ ആരാധനാ മണ്ഡപം ഇരുട്ടടിച്ചതുപോലെയായി. ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ദീപം കൊളുത്താൻ പാടില്ല. മാത്രമല്ല, വേദഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ശരത്കാല സന്ധിയിൽ രാജ്ഞിയുടെ തോഴിയായ ശ്രീമതി, അവൾ അതീവ ബുദ്ധൻ്റെ ഭക്തയാണ്. അവൾ വിശുദ്ധ ജലത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി താലത്തിൽ ദീപങ്ങളും പുഷ്പങ്ങളുമായിട്ട് ഭഗവാന്റെ മണ്ഡപത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി രാജ്ഞിയുടെ അടുക്കിലേക്ക് വരികയാണ്. രാജ്ഞി ദൂരത്തുനിന്ന് ഇവളെ കണ്ട ഉടനെ ഇവൾ ഈ പുഷ്പങ്ങളും ദീപങ്ങളുമായി താലവുമായി വരുന്നത് കണ്ട ഉടനെ രാജ്ഞി ചോദിച്ചു, മണ്ടിപ്പെണ്ണേ, ആരാധന അർപ്പിക്കുന്നവർക്ക് മരണശിക്ഷയാണ് രാജകൽപ്പനയെന്ന് നീ മറന്നോ? നീ എന്ത് വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്? അവിടെ നിന്ന് രാജാവിൻ്റെ പുതിയ മരുമകൾ അമിത, അവൾ കണ്ണാടിയിൽ നോക്കി മുടി പിന്നിക്കെട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുക്കലേക്ക് ഈ തോഴി ശ്രീമതി ചെന്നു, ആരാധനയ്ക്ക് നേരമായി എന്ന് പറഞ്ഞു. ഉടനെ അമിത പറഞ്ഞു, നീ എന്ത് നാശവുമായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്? രാജാവ് കാണണ്ട, നീ വേഗം എൻ്റെ അടുത്തുനിന്ന് പോകൂ, എനിക്കിത് ചിന്തിക്കാനേ കഴിയുന്നില്ല. അവളുടെ അടുക്കൽ നിന്ന് രാജകുമാരി ശുക്ലയുടെ അടുക്കിലേക്ക് ശ്രീമതി ചെല്ലുകയാണ്. മനോഹരമായ ഒരു കഥപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ശുക്ല അനക്കം കേട്ട് നോക്കിയപ്പോൾ തോഴി ശ്രീമതി പുഷ്പങ്ങളും ദീപങ്ങളുമായി താലത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഉടനെ രാജകുമാരി പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതെന്തൊരു അപരാധമാണ് നീ കാണിക്കാൻ പോകുന്നത്? നിനക്ക് മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. നീ വേഗം കടന്നു പോ, ആരും കാണണ്ട. പ്രിയമുള്ളവരെ, ശ്രീമതി ഈ താലവുമായി വാതിലുകളിൽ നിന്ന് വാതിലുകളിൽ കടന്നുകൊണ്ടിരുന്നു. അവൾ ഓരോ മുറികളിലും ചെന്ന് വിളിച്ചു പറഞ്ഞു, ദേവാരാധനയ്ക്ക് സമയമായി, എല്ലാവരും വരിക. ചിലരെല്ലാം വാതിൽ കൊട്ടിയടച്ചു, ചിലരെല്ലാം ശകാരിച്ചു. എന്തൊരു വെട്ടിത്തമാണിത്! രാജാവിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയോ? ഇവൾ മരണത്തെ വിളിച്ചു വരുത്തുക. പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു. ആ സന്ധ്യയിൽ അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന, അതുവരെ ഇരുട്ടുകുത്തിക്കിടന്നിരുന്ന ബുദ്ധൻ്റെ ആരാധനാ മണ്ഡപത്തിൽ ദീപം തെളിഞ്ഞു. അതുവരെ കാണാത്ത ദീപപ്രഭയിൽ ആ ആരാധനാ മണ്ഡപം തിളങ്ങി നിന്നു. പുഷ്പങ്ങളുടെ സൗരഭ്യം ആ പ്രദേശം മുഴുവൻ നിറയാൻ തുടങ്ങി. രാജകൊട്ടാരത്തിൻ്റെ കാവൽക്കാർ ദീപം തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഭയന്നു വിറച്ചു. അവർ ചോദിച്ചു, ആരാണ് ഇത് കാണിക്കുന്നത്? ആരാണ് ഈ ദീപം കൊളുത്തിയത്? ആരാണവൾ? ഊരിപ്പിടിച്ച വാളുമായിട്ട് രാജകൊട്ടാരത്തിലെ ഭടന്മാർ, കാവൽക്കാർ ഓടി വന്ന് ചോദിച്ചു, നീ ആരാണ്? ഉടനെ അവൾ ധൈര്യസമേതം അവരോട് പറഞ്ഞു, ഞാൻ ഭഗവാൻ ബുദ്ധൻ്റെ ദാസിയാണ്. അധികം വൈകിയില്ല, ആ വെണ്മ നിറഞ്ഞ മാർബിൾ പ്രതലത്തിലേക്ക് ശ്രീമതിയുടെ തല അറ്റുവീഴാൻ അധികം വൈകിയില്ല. ചോരയിൽ നിറഞ്ഞ് അവളുടെ ശിരസ് പിടഞ്ഞു. പ്രിയമുള്ളവരെ, ഈ കഥയിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും.
രണ്ട് തരത്തിലുള്ള ചിന്താഗതിയുള്ളവർ. ഒന്നാമത്തത്, ആരാധനാ മണ്ഡപത്തിൽ പതിവ് പോലെ ആരാധന അർപ്പിച്ച് ശീലമുള്ളവരായിരുന്നു രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും. അവർക്കത് പരിചയമായിരുന്നു. ദൈവാരാധന എന്താണെന്നറിയാം, ദൈവാരാധന എപ്രകാരം ചെയ്യണമെന്നറിയാം, ദൈവാരാധന ചെയ്യുന്നവരുമായിരുന്നു അവർ. എന്നാൽ അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ദൈവാരാധനയ്ക്ക് വേണ്ടി ഒരു ത്യാഗമോ ഒരു സഹനമോ ഒന്ന് സ്വീകരിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. അനുകൂലമല്ലാത്ത സാഹചര്യം വന്നു, പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടിയുമില്ല, ഒന്നും ചെയ്തില്ല. അതാണ് ഒന്നാമത്തെ മനോഭാവക്കാർ. രണ്ടാമത്തത് തോഴി ശ്രീമതിയുടെ മനോഭാവമാണ്. എന്താണത്? ദൈവാരാധന ആത്മാവിൻ്റെ ദാഹമാണ്. അതിന് ഒരു തടസ്സത്തിനും അതിനെ എതിർക്കാൻ കഴിയില്ല. എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുന്ന ആത്മാവിൻ്റെ ദാഹമായിരുന്നു ശ്രീമതിയുടെ മനോഭാവം. അതുകൊണ്ടാണ് അവൾക്ക് തന്നെ ബലി കഴിക്കേണ്ടി വന്നത്. ദൈവാരാധനയിൽ ഒരു ത്യാഗവും ഒരു സഹനവും ഉണ്ടാകുമ്പോഴാണ് അത് ആരാധനയാകുന്നത്. രണ്ട് സംഭാഷണങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. രണ്ട് വീട്ടിലെ സംഭാഷണങ്ങൾ. ഒന്നാമത്തത്, നേരം പുലരുമ്പോൾ ഭർത്താവിനെ വിളിച്ചുണർത്തി കോഫി കൊടുത്ത് വേഗം എഴുന്നേൽക്കെന്ന് പറയുന്ന ഭാര്യ. കോഫി വെച്ചിട്ട് തിരികെ പോയിട്ട് ഭാര്യ ഒന്നുകൂടി വന്ന് ഭർത്താവ് എഴുന്നേറ്റോ എന്ന് നോക്കുമ്പോൾ കോഫി കുടിച്ചിട്ട് ആള് വീണ്ടും മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട്. വീണ്ടും ഭാര്യ അദ്ദേഹത്തെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകണം എന്ന കാര്യം മറന്നോ? ഉടനെ ഭർത്താവ് ഉറക്കച്ചടവോടെ ചോദിക്കുന്നുണ്ട്, നിന്റെ പള്ളിയിലെ കുർബാന എത്ര മണിക്കാണ്? ഭാര്യ പറഞ്ഞു, 7 മണിക്കാണെന്ന് എന്നും അറിയില്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഇപ്പോൾ സമയം എത്രയായി? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു, ഇപ്പോൾ 6:45. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ഒരുങ്ങി വരുമ്പോൾ സമയം കഴിയും, അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച പോകാം. ആ വീട്ടിലെ സംഭാഷണം അവിടെ നിൽക്കുന്നു. അടുത്ത വീട്ടിൽ രാവിലെയാണ് സമയം. ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. ഭർത്താവ് വേഗത്തിൽ എഴുന്നേൽക്കുന്നു. വേഗം റെഡിയാവാനായിട്ട് ഭർത്താവും ഭാര്യയോട് പറയുന്നു. എന്നാൽ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ കുർബാനയ്ക്ക് പോയിക്കൊള്ളുക, ഇന്നാണ് ജോലിക്കാരി വരുന്ന ദിവസം, അവളോടൊപ്പം നിന്നില്ലെങ്കിൽ പണികളൊന്നും തീരില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത ഞായറാഴ്ച വന്നുകൊള്ളാം, നിങ്ങൾ ഇന്നിപ്പോൾ പോയി കുർബാന കൂടുക. ഈ രണ്ട് സംഭാഷണങ്ങളിലും നേളിക്കുന്നത് എന്താണ്? സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലേ ഉള്ളൂ ദൈവാരാധന. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം ജീവിക്കണമെന്ന് പറഞ്ഞ കർത്താവാണ് നമ്മുടെ കർത്താവ്. ദൈവാരാധനയ്ക്ക്, വിശുദ്ധ ബലിയർപ്പണത്തിന് ഒരു ത്യാഗവും ഒരു സഹനവും ആവശ്യമല്ലേ? സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണോ? ആത്മാവിൻ്റെ ദാഹമായി ദൈവാരാധന മാറുമ്പോൾ അതിലൊരു ത്യാഗമുണ്ടാകും, അതിലൊരു സഹനമുണ്ടാകും, ആ ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകും. നമുക്കറിയാം, വളരെ സങ്കടത്തോടെ ഈ നാളിൽ നമ്മൾ കേട്ടതാണ്, ഡൽഹിയിലെ പള്ളി നോട്ടീസ് നൽകി അധികം മണിക്കൂറുകളാകുന്നതിന് മുൻപേ പൊളിച്ചു നീക്കപ്പെട്ടത്. അതിനുശേഷം ആ പള്ളി പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, ആ അൾത്താരയിൽ ഇരുന്നിരുന്ന ഇടത്തു നിന്ന് കുറേയധികം നമ്മുടെ ബഹുമാന്യ വൈദികർ ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന ഒരു ബലി വാട്സാപ്പിൽ വീഡിയോയിലൂടെ കണ്ടപ്പോൾ ഉള്ള് ജ്വലിക്കുകയായിരുന്നു, കണ്ണ് നിറയുകയായിരുന്നു. പൊളിച്ചു മാറ്റപ്പെട്ട പള്ളിയിൽ ഭീകരമായൊരു സാഹചര്യത്തിൽ ദൈവാരാധനയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന വിശ്വാസി സമൂഹങ്ങളോടൊപ്പം വൈദികർ ഒരുമിച്ച് ബലിയർപ്പിക്കുന്നത്. ദൈവാരാധനയ്ക്ക്, ബലിയർപ്പണത്തിന് ഒരു ത്യാഗം ആവശ്യമാണ്. ആ ത്യാഗവും ആ സഹനവും നമ്മൾ എടുക്കുമ്പോൾ ആ ബലിക്കൊരർത്ഥമുണ്ടാകും. ആ ദൈവാരാധന കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ജീവിതവും ഒരു ബലിയുടെ അഭിഷേകമായി മാറുന്നു. ലാറ്റിൻ ലിറ്റർജി അനുസരിച്ച്
വിശുദ്ധ ബലി കഴിയുമ്പോൾ അവസാനം പുരോഹിതൻ വിശ്വാസികളെ നോക്കി പറയുന്നത്, പോകുവിൻ, ഇനി ജീവിത ബലി ആരംഭിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു, പോകുവിൻ, ഇനി ജീവിത ബലി ആരംഭിക്കുവിൻ. ത്യാഗത്തോടും സഹനത്തോടും കൂടെ ബലിയർപ്പിക്കാൻ പള്ളിയിൽ വന്ന് ആരാധനയർപ്പിക്കുന്ന വിശ്വാസികളോട് സഭ പറയുന്നതാണ്, പോകുക, ഇനി ജീവിത ബലി തുടരട്ടെ. നമ്മുടെ ജീവിത ബലികൾക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ എന്നും ദൈവത്തിന് ആരാധനയർപ്പിക്കുന്ന ബലിക്ക് ഒരു ത്യാഗം കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ ത്യാഗത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ദൈവാരാധന ജീവിതത്തെ ബലിയാകുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കും. അപ്പോഴാണ് ഈശോ പറഞ്ഞ വാചകം പൂർത്തിയാകുന്നത്. എന്താണ്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിൻ്റെ അർത്ഥം എന്നും രാവിലെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുന്ന ദിവ്യബലിയുടെ അർപ്പണം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം ഒരു ബലിയാണെന്ന് ഓർമ്മിപ്പിക്കപ്പെടണമെന്നല്ലേ? എത്രയോ ജീവിതങ്ങൾ അങ്ങനെ നമുക്ക് ബലിയുടെ ഓർമ്മ തരുന്നു. എത്രയോ ജീവിതങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടാകും, നമ്മുടെ നാട്ടിലുണ്ടാകും. അറിയപ്പെടാതെ ജീവിത ബലിയർപ്പിച്ച് ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന അനേകർ. വായിച്ച ഒരു കുഞ്ഞു കഥ കൂടി പറയാൻ ഓർമ്മ വരികയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. ട്രെയിൻ വരുമ്പോൾ ആളുകളെല്ലാം ബഹളം കൂട്ടുന്നുണ്ട്. കാത്തിരിക്കുന്ന ആൾ അന്ധനാണ്. ആരുടെയെങ്കിലുമൊക്കെ സഹായം കൂടാതെ ട്രെയിനുള്ളിൽ കയറിപ്പറ്റാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അടുത്താരുമില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിൽക്കുന്നു. തനിക്ക് കയറുവാനായിട്ട് ആൾ പതുക്കെ കയ്യിലിരിക്കുന്ന വടിയും കുത്തി നടന്നു നീങ്ങുമ്പോൾ ആളുകളെല്ലാം തിരക്കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് ആരോ അറിയാതെ മുട്ടി ഈ അന്ധനായ മനുഷ്യൻ താഴെ വീഴുന്നു. കയ്യിലിരുന്ന ബാഗും വടിയുമെല്ലാം ദൂരെ പോകും. എന്നാൽ മറ്റൊരാൾ വളരെ ശാന്തതയോടും സൗമ്യനത്തോടും കൂടെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തെറിച്ചു വീണ സകല സാധനങ്ങളും എടുത്ത് കയ്യിൽ ഏൽപ്പിച്ചിട്ട് എവിടെയാണ് കയറേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്നെല്ലാം ചോദിച്ച് കൃത്യമായി ട്രെയിനിൽ കയറ്റി സീറ്റിലിരുത്തുന്നു. അന്നേരം ഈ അന്ധനായ മനുഷ്യൻ ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവാണോ? ഇതാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം. ജീവിതബലി, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതബലി അനേകർക്ക് ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ദൈവാരാധനകൾ, നമ്മുടെ ബലിയർപ്പണങ്ങൾ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെതുമാകട്ടെ. അപ്പോൾ ജീവിതവും ബലിയായി അവനെ ഓർമ്മപ്പെടുത്തുന്നതായി മാറും. ആമേൻ. പതിവ് പോലെ പോസിറ്റീവ് വൈബ്സുമായി നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു ഗുരുവിൻ്റെ 2 ശിഷ്യന്മാരിൽ ഒരാൾ തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. രാവിലെ തുടങ്ങിയ യാത്ര ഉച്ചയായപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ദാഹിച്ചു. ചുറ്റും നോക്കിയപ്പോൾ ഒരു കിണർ കണ്ടു. ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച ശിഷ്യന് ആ ജലം വളരെ മധുരവും തണുപ്പുമുള്ളതായും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ ഉന്മേഷം തരുന്നതായും അനുഭവപ്പെട്ടു. സാധാരണ ജലത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്ന് ഈ ജലത്തിനുണ്ട് എന്ന് തോന്നിയ ശിഷ്യൻ ഈ ജലം തൻ്റെ ഗുരുവിനും കൊടുക്കണം എന്നാഗ്രഹിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകൽ സഞ്ചിയിൽ ആ കിണറ്റിലെ ജലം ശേഖരിച്ച് അദ്ദേഹം തിരികെ തൻ്റെ ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിലെത്തിയ ശിഷ്യൻ ഗുരുവിന് ജലം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് യാത്രാമധ്യേ എനിക്ക് കിട്ടിയ ജലമാണ്. ഇത് സാധാരണയിൽ കവിഞ്ഞ് ഏറെ മധുരമുള്ളതും തണുപ്പുള്ളതുമാണ്.
ഇത് കുടിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഉന്മേഷവും ഉണർവും ലഭിച്ചു. ഈ ജലം അങ്ങുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തിരികെ വന്നതാണ്. ഗുരു സന്തോഷത്തോടെ ശിഷ്യന്റെ കയ്യിലിരുന്ന തുകൽസഞ്ചി വാങ്ങി ആ ജലം മുഴുവൻ കുടിച്ചു. കുടിച്ചതിന് ശേഷം ശിഷ്യനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെ ഈ ജലം ഏറെ മധുരവും തണുപ്പുമുള്ളതായിരുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും വളരെ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുന്നുണ്ട്. ഇത്ര ദൂരം നീ ഈ ജലം എനിക്ക് പങ്കുവയ്ക്കാനായി കൊണ്ടുവന്നതിന് നന്ദി. ശിഷ്യൻ വീണ്ടും ഗുരുവിനോട് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങി തൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തുടർന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന രണ്ടാമത്തെ ശിഷ്യൻ തനിക്കും ആ ജലം വേണം എന്ന് ഗുരുവിനോട് ആവശ്യപ്പെട്ടു. തുകൽ സഞ്ചിയിൽ നിന്ന് ജലം കുടിച്ച ശിഷ്യൻ കുടിച്ച ഉടനെ തന്നെ അത് തുപ്പിക്കളഞ്ഞു. കാരണം അത് കയ്പുള്ളതും തണുപ്പില്ലാത്തതുമായിരുന്നു. രണ്ടാമത്തെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, സത്യത്തിൽ ഈ ജലം കഴിക്കുന്നതും തീരെ തണുപ്പില്ലാത്തതുമാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് നുണ പറഞ്ഞത്? ശിഷ്യനോട് ഈ ജലം വളരെ മധുരമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് അവനെ സ്തുതിച്ചത്. ഗുരു രണ്ടാമത്തെ ശിഷ്യനോട് മറുപടി പറഞ്ഞു, ആ ജലം നിന്നെ പോലെ തന്നെയാണ് എനിക്കും അനുഭവപ്പെട്ടത്. അത് കയ്പുള്ളതാണെന്നും തണുപ്പില്ലാത്തതാണെന്നും എനിക്കും മനസ്സിലായിരുന്നു. നിന്നെപ്പോലെ തന്നെ എനിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതൊന്നും ആ ജലം ഇത്ര ദൂരം നമുക്കായി കൊണ്ടുവന്ന ആ ശിഷ്യൻ്റെ സ്നേഹത്തെ കുറയ്ക്കുന്നില്ല. ഇത്രയും ദൂരം നടന്ന് അവൻ കൊണ്ടുവന്നത് തീർച്ചയായും അത് കുടിച്ചപ്പോൾ അവന് മധുരം അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ തുകൽ സഞ്ചിയിലേക്ക് മാറ്റിയപ്പോൾ തുകൽ സഞ്ചി വൃത്തിയാക്കാതിരുന്നത് കൊണ്ട് ആ ജലത്തിൻ്റെ മാധുര്യവും തണുപ്പും നഷ്ടപ്പെട്ടതായിരിക്കാം. എന്തു തന്നെയായാലും ഇവിടം വരെ ആ ജലവും കൊണ്ട് തിരികെ നടന്ന അവൻ്റെ മനസ്സും വികാരങ്ങളുമാണ് ഇവിടെ പ്രധാനം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ ഇതുവരെ അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാനിച്ചേ മതിയാകും. ഓരോ ദിവസവും ചെറുതും വലുതുമായ എത്രയോ നന്മകളാണ് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിൽ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര നിലവാരം പുലർത്തുന്നതോ മഹനീയമായതോ ഒന്നുമായിരിക്കില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അത് തരുന്നവരുടെ, ചെയ്തു തരുന്നവരുടെ മനസ്സും അതിന് പിന്നിലുള്ള അവരുടെ സ്നേഹവുമാണ് നാം മാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണം വിളമ്പുന്നവർ മുതൽ കിടന്നുറങ്ങുന്നതുവരെ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കൂടെ ഉള്ള എത്രയോ പേരോട് നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. കുറവുകളോട് കൂടിയതെങ്കിലും അവർ നമുക്ക് തരുന്ന ചെറിയ നന്മകളെ പോലും അപ്രീഷിയേറ്റ് ചെയ്യാനും അതിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. പുണ്യപൂർണത എന്നാൽ ദൈവഹിതം നിറവേറ്റലാണ്. പ്രാർത്ഥനയുടെ മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ദൈവഹിതം നിറവേറ്റുന്നതിലായിരിക്കണം. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു